ദൈവത്തെ കാണുന്ന ഒരു ഹൃദയത്തിന് എല്ലായിടത്തും ദൈവത്തെ കാണാം. എല്ലായിടവും അവർക്ക് ആരാധനാലയവും ആകുന്നു. അങ്ങനെയാണ് യഥാർത്ഥ ആരാധന ആസ്വദിക്കുവാൻ കഴിയുന്നത്. മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനാണ്. ഏതെങ്കിലും മതത്തിലെ ദൈവത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സൃഷ്ടാവായ ദൈവത്തെ. അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന് കാരണം യഥാർത്ഥ ആരാധനയിൽ മാത്രമേ മനുഷ്യൻ്റെ അഗാധമായ ബുദ്ധിയുടെയും കഴിവുകളുടെയും മുഴുവൻ ശക്തിയും മോചിപ്പിക്കപ്പെടൂ. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രഥമ ഉദ്ദേശം തന്നെ ആത്മീയവും ബുദ്ധിപരവും വിവേകപൂർവവുമായി ദൈവത്തെ ആരാധിക്കുവാൻ പ്രാപ്തിയുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കുക എന്നതാണ്. യെശയ്യാപ്രവചനം 43:7 നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് ഇന്ന് ലഭ്യമായ വിവരം വെച്ച് ഭൂതകാല നിത്യത മുഴുവൻ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആരാധന കാണുന്നു. ഇനി മുൻപോട്ട് നോക്കിയാലും നിത്യത മുഴുവൻ ആരാധനയാണ്. ആദ്യം മനുഷ്യൻ ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ചു, അവൻ പാപത്തിൽ വീണു. ആരാധിക്കുവാനുള്ള ആഗ്രഹവും ആവശ്യവും മനുഷ്യപ്രകൃതിയിൽ രൂഢമൂലമാണ്. ആരാധിക്കുവാനുള്ള മനുഷ്യൻ്റെ ഉൾപ്രേരണ സാർവത്രികമാണ്. അതില്ലാത്ത ഒരു മനുഷ്യവർഗത്തെപ്പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നരവംശാസ്ത്രജ്ഞർ പറയുന്നത്. എല്ലാവരും ആരെ എങ്കിലുമോ എന്തിനെ എങ്കിലുമോ ആരാധിക്കുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥ ആരാധന? ഈ പദം കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഓടി വന്നത് ഞായറാഴ്ച, പള്ളി, ആരാധനക്രമം, പാട്ട്, സംഗീതം, ഇങ്ങനെ പലതുമാകും. ഓർക്കണം, ആരാധന ആദ്യം വ്യക്തിഗതമായിരിക്കണം. അതില്ലാതെ മനുഷ്യൻ്റെ ആത്മാവ് ചൈതന്യം പ്രാപിക്കുകയില്ല, സജീവമാകുകയില്ല, സ്വതന്ത്രമാകുകയില്ല. ക്രിസ്തുവിലൂടെ ആത്മാവ് ജീവൻ പ്രാപിച്ചിട്ടില്ലാത്ത ഒരാളെ ആത്മീയ ആരാധന എന്തെന്ന് പഠിപ്പിക്കുക അസാധ്യമാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. അങ്ങനെ ആത്മാവ് സജീവമായിട്ടുള്ള ഒരാൾക്ക് യഥാർത്ഥ ആരാധനയുടെ രീതിയും ക്രമവും വേണ്ടതും വേണ്ടാത്തതും എല്ലാം സ്വയം തിരിച്ചറിയുവാനുള്ളൊരു പ്രകാശനം ലഭിക്കും. അല്ലാത്തത് ആത്മീയ ആരാധനയല്ല, വെറും ആചാരമാകുന്നു. അത് ആത്മീയ ആരാധന ആകില്ല. ആനയും അമ്പാരിയും അൽക്കിട്ടക്കുടയും അംശവടിയും കരിമരുന്ന് പ്രയോഗവും ദീപാലങ്കാരവും നീളൻ റാസകളും ആത്മീയ ആരാധനയ്ക്ക് വേണമെന്നില്ല. അമ്പരചുംബികളായ ആലയങ്ങളും നിലനിലയായുള്ള മെഴുകുതിരിയും ആർക്കും പ്രവേശനമില്ലാത്ത ശ്രീകോവിലോ മദ്ബാഹായും സംഗതി ഉദാത്തമാക്കിയേക്കാം, ആരാധനയാകില്ല. കാതടപ്പിക്കുന്ന പാട്ടും മേളവും മട്ടഹാസങ്ങളും ആരവങ്ങളും കൂടിവരവ് സജീവമാക്കും, പക്ഷേ ആത്മീയ ആരാധനയാകില്ല. ദൈവത്തെ അറിയുന്ന ഒരു ഹൃദയത്തിന് എല്ലായിടത്തും ദൈവത്തെ കാണാം. എല്ലായിടവും ആരാധനാലയവുമാണ്. ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് നമ്മിലുള്ളപ്പോൾ നമ്മുടെ ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പര്യാപ്തമാകില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയന്ത്രണം അംഗീകരിച്ച് നമ്മെ നമ്മുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നിടത്താക്കി വെക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ഇത് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. 8-ാം സങ്കീർത്തനം. ഇന്ന് നാം പഠിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ നാം യഥാർത്ഥ ആരാധന എന്താകുന്നു എന്ന് വിവരിച്ചിരിക്കുന്നത് കാണുവാൻ പോവുകയാണ്. എടുത്താട്ടെ 8-ാം സങ്കീർത്തനം. എട്ടാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ഇത് ഒരു മശിഹാ സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും മനുഷ്യനെന്ന നിലയിൽ അവൻ്റെ അന്തിമമായ വിജയവുമാണ് ഇതിലെടുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം. മശിഹാ സങ്കീർത്തനങ്ങളെന്ന് ഇവയെ വിളിക്കുവാനുള്ള കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് പുതിയ നിയമത്തിൽ നേരിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. വാസ്തവത്തിൽ
കർത്താവായ യേശുക്രിസ്തു തന്നെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ യെരുശലേം നഗരത്തിലേക്കുള്ള വിജയപ്രവേശനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവാലയത്തിലെ കുട്ടികൾ ദാവീദ് പുത്രന് ഹോശന്ന എന്നാർത്തുകൊണ്ടിരുന്നു. അവർ പറയുന്നത് എന്താകുന്നു എന്ന് നീ കേൾക്കുന്നുണ്ടോ എന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചോദിച്ചു. ആ സമയത്താണ് യേശു ഇപ്രകാരം പറഞ്ഞത്: യേശു അവരോടുവ് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന് 16 വാക്യം. 8 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം നമ്മുടെ കർത്താവ് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. കുട്ടികൾ ഇപ്രകാരം ചെയ്യുന്നത് എന്തിനെന്നറിയണമെങ്കിൽ നിങ്ങൾ തിരുവചനം വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞത്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൻ്റെ 27 വാക്യത്തിലാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള 2ാമത്തെ ഉദ്ധരണി നമുക്ക് കാണുവാൻ കഴിയുന്നത്. 8 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി എന്നുണ്ടല്ലോ. ഈ സങ്കീർത്തനം നമ്മുടെ ഇക്കാലത്തെ സംബന്ധിച്ചുള്ളതല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ചിരിക്കുന്നു. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കിക്കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി നാം കാണുന്നില്ല. എന്നാൽ 8 സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാകുന്നു എന്നതിന് പൂർണ്ണമായ ഉദ്ധരണി എബ്രായർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് സകലവും കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നില്ല. 8 സങ്കീർത്തനം ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ നാം വായിക്കുന്നത്: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. 8 സങ്കീർത്തനം യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ ഈ മശീഹ സങ്കീർത്തനം ഇങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇത് അവസാനിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് നാം ജീവിക്കുന്ന കാലയളവിനെ കുറിക്കുന്ന സങ്കീർത്തനം അല്ല ഇത്. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമായിരിക്കുന്നില്ല. ഇന്ന് ജനം ദൈവത്തെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്ന് ദൈവത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമായി കാണപ്പെടുന്നില്ല. ഇന്ന് മനുഷ്യൻ തൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും പ്രകീർത്തിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ അവൻ ശ്രമിക്കുന്നില്ല. 8 സങ്കീർത്തനത്തിൻ്റെ 1ാമത്തെ ഈ വാക്യം ഒരു പ്രവചനമാണ്. ഇത് മഹത്വകരമായ ഒരു ഭാവിയിലേക്ക് നോക്കുന്നു. ദൈവത്തിൻ്റെ മനുഷ്യനെ കാണുവാൻ കഴിയുന്ന ഒരു മശീഹ സങ്കീർത്തനമാണ് ഇത്. ഇതിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും അവൻ്റെ അന്തിമമായ വിജയത്തെയുമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2 സങ്കീർത്തനത്തിൽ ത്യജിക്കപ്പെട്ട മനുഷ്യനെയും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ശത്രുതയെയുമാണ് നാം കണ്ടത്. എന്നാൽ മനുഷ്യൻ അവസാനം ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി 8 സങ്കീർത്തനത്തിൽ നാം കാണുന്നു. ദൈവത്തിൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമാകുന്നതായ ഒരു ദിവസം വരാൻ പോകുന്നു. ഈ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദ് പാടിയ കീർത്തനമാണ്. 81 സങ്കീർത്തനവും 84 സങ്കീർത്തനവും ഈ രാഗത്തിൽ തന്നെ പാടിയ പാട്ടുകളാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗത്ത് ദേശത്ത് പ്രചാരത്തിലിരുന്ന ഒരു സംഗീത ഉപകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ശൗൽ രാജാവിൽ നിന്നും രക്ഷപ്പെട്ടോടി
ദാവീദ് ഗത്തിൽ അഭയം തേടിയതായി നാം ഓർക്കുന്നുണ്ടല്ലോ. അവിടെ വെച്ച് ദാവീദ് ഈ ഉപകരണം ഉപയോഗിക്കുവാൻ ശീലിക്കുകയും പിന്നീട് ഇസ്രായേലിൽ അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുവാൻ ഇടയുണ്ട്. ഭാഷാ പണ്ഡിതന്മാർ മുന്തിരിച്ചക്ക് എന്നർത്ഥം ഇതിനുണ്ട് എന്നും അതിനാൽ മുന്തിരിക്കൊയ്ത്ത് കാലത്ത് ഇത് പാടിയിരുന്നു എന്നും അനുമാനിക്കുന്നു. ഈ വാക്കിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്കൾക്കും എനിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സഹിച്ച കഷ്ടങ്ങൾ മുന്തിരിച്ചക്കിലൂടെ പോകുന്നത് പോലെ ആയിരുന്നുവല്ലോ. മനുഷ്യൻ എന്ന നിലയിൽ സകല മനുഷ്യർക്കും വേണ്ടി അവൻ മരണം വരിച്ചു. മുന്തിരിച്ചക്കിൻ്റെ കയ്പ് അവൻ കുടിച്ചു. കർത്താവായ യേശു ഏദോമിൽ നിന്ന് വരുന്നു എന്ന് യെശയ്യാവ് പറയുന്നു. യെശയ്യാ പ്രവചനം 63:3 നാം വായിക്കുന്നത്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടി ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിന്മേലെ മുന്തിരിച്ചാറ് അവൻ്റെ തന്നെ രക്തം അല്ല, അവൻ്റെ ശത്രുക്കളുടെ രക്തമാണ്. അതേ സുഹൃത്തെ, താങ്കൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തം ഇന്ന് താങ്കൾക്ക് യാതൊന്നുമല്ല എങ്കിൽ, അതായത് താങ്കൾ അവനിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലാത്ത പക്ഷം താങ്കളെ ശിക്ഷിച്ച് മതിയാകൂ. ഒന്നുകിൽ അവൻ്റെ രക്തം, അല്ലെങ്കിൽ താങ്കളുടെ രക്തം. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ അതാകുന്നു എന്ന് നാം മറക്കരുത്. 8-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സങ്കീർത്തനം പ്രകൃതി സങ്കീർത്തനമായ 19-ാം സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ടതാണ്. അതിൽ തിരുവചനത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ 8-ാം സങ്കീർത്തനത്തിൽ സൂര്യനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. 8-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ വാക്യത്തിൻ്റെ സത്യം വ്യക്തമാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദാവീദ് പുത്രൻ ഹോശന്ന പാടിയത് ശിശുക്കളായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നു. വാസ്തവത്തിൽ അത് ഒരു വിജയപ്രവേശനമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവ് വീണ്ടും ഭൂമിയിൽ വരുന്നത് വരെ നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാസ്തവമായൊരു വിജയപ്രവേശനം തന്നെ ആയിരിക്കും നടക്കുവാൻ പോകുന്നത്. അവൻ വീണ്ടും വരികയും തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും. അതിനിടയിൽ നാം മാനസാന്തരപ്പെടുകയും ശിശുക്കളെപ്പോലെ ആയിത്തീരുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. അതിൻ്റെ അർത്ഥം നാം വീണ്ടും ജനിച്ച് ശിശുക്കളെപ്പോലെ ആയിത്തീരണം എന്നാണ്. ശിശുക്കളെപ്പോലെ നാം എല്ലാവിധമായ സ്വയപ്രശംസയും വിട്ടുകളഞ്ഞ് ലളിതമായ വിശ്വാസത്തിൽ കടന്നു വരേണ്ടതാകുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ വിശ്വാസം എത്രമാത്രം വലിയതും ശ്രേഷ്ഠവുമാകുന്നു എന്നോർക്കണം. ഈ സങ്കീർത്തനത്തിൽ കർത്താവിനെ സൃഷ്ടാവായി നാം കാണുന്നു. സൃഷ്ടിയായ പ്രകൃതിയും മനുഷ്യനും ഇവിടെ കാണപ്പെടുന്നു. ഇവിടെ ഇത് തമ്മിലുള്ള ഒരു ബന്ധം നാം കാണുന്നുണ്ട്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകല ഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ച് അവയുടെ സ്ഥാനത്ത് അവൻ അതിനെ നിർത്തിയിരിക്കുകയാണ്. ദൈവം ഓരോന്നിനെയും അതിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുകയാകുന്നു. എൻ്റെയോ നിങ്ങളുടെയോ ഇഷ്ടപ്രകാരമല്ല ദൈവം അവയെ അവിടെ വെച്ചിരിക്കുന്നത്. എവിടെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുവോ, ദൈവം അവയെ അവയുടെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. അവനാണ് അവയെ നടത്തുന്നത്. ആകാശം ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാകുന്നു, അഥവാ കൈവേലയാണ്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം ദൈവത്തിൻ്റെ കൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അവൻ്റെ വിരലുകളുടെ പണി എന്ന് പറഞ്ഞിരിക്കുന്നത് രസകരമായി പറഞ്ഞിട്ടുണ്ടല്ലേ. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നത് ദൈവത്തിന് വിഷമമുള്ള കാര്യമായിരുന്നില്ല. ദൈവം തൻ്റെ മഹത്വം തൻ്റെ സൃഷ്ടിക്ക് മേലായി വെച്ചു. സൃഷ്ടിയിൽ ഒരു മഹത്വമുണ്ട്, അത് നമുക്ക് വലിയതാണ്. എന്നാൽ നാം അവൻ്റെ സൃഷ്ടിയെ ആരാധിക്കുന്നില്ല, നാം സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്.
അവൻ്റെ വിരലുകളുടെ പണി അവൻ്റെ മഹത്വവും ശക്തിയും വിളിച്ചറിയിക്കുന്നു എന്ന് നാം കാണുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവന് എന്തുമാത്രം. മനുഷ്യൻ എന്താണ്? അവൻ ഒരു വിഷമം പിടിച്ച ജീവിയാണ്. അവനൊരു മനുഷ്യനാണ്, ആളത്വമാണ്. അവൻ മനുഷ്യകുലത്തിൽ ഉൾപ്പെടുന്നു. എങ്ങനെ അവൻ ഇവിടെ വന്നുപറ്റി എന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നവർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. വേദപുസ്തകം പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചു എന്നത്രേ. എന്നാൽ അവൻ നേരെ തിരിഞ്ഞ് ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തെ അവഗണിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ ഓർക്കണം? എന്തുകൊണ്ട് മനുഷ്യനെ പരിഗണിക്കണം? എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ തുടച്ചു മാറ്റി ഇല്ലാതാക്കിയില്ല? മനുഷ്യൻ ഒരു വലിയ പരാജയമാണ്. അത് നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. വിജയത്തെക്കുറിച്ച് കേൾക്കുവാനാണ് നമുക്ക് ആഗ്രഹം. മനുഷ്യന് വിജയത്തിൻ്റെ കഥ പറയുവാനില്ല. അവൻ വാസ്തവത്തിൽ തികഞ്ഞ പരാജയം തന്നെയാണ്. അവൻ തൻ്റെ ലോകത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഞാൻ പറയാം. 1900 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു മനുഷ്യനെ സന്ദർശിച്ചു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ അവൻ സ്നേഹിക്കുന്നു എന്ന് നാം അറിയേണ്ടതിനായി ഒരു ക്രൂശിൽ മരിച്ചു. അവൻ സ്നേഹത്താലല്ല നമ്മെ രക്ഷിച്ചത്, കൃപയാൽ അവൻ നമ്മെ രക്ഷിച്ചു. കാരണം അവന് നൽകുവാനായി നമ്മുടെ പക്കൽ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. രക്ഷ അർഹിക്കുന്നവരായിരുന്നില്ല നാം. എന്നിട്ടും പുത്രനായ ദൈവം ഈ ഭൂമിയിൽ വന്ന്, വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ മനുഷ്യവാസമുണ്ടോ എന്നെനിക്കറിയില്ല, ഉണ്ടായിരിക്കാം, എന്നാൽ ക്രൂശിൽ മരിക്കുവാനായി ക്രിസ്തു അവിടെ പോയില്ല എന്ന് നാം അറിയുന്നു. അതിനുവേണ്ടി ഇവിടെ മാത്രമാണ് അവൻ വന്നത്, ഈ താണലോകത്തിലേക്ക്, അധപ്പതിച്ച ചുറ്റുപാടിലേക്ക്. 5-ാം വാക്യം നോക്കിക്കാട്ടെ. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളപ്പോൾ അവൻ യഹോവയുടെ ദൂതനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അവൻ ബേത്ലഹേമിൽ വന്നപ്പോൾ അവൻ അതിനേക്കാൾ താണ നിലയിലാണ് വന്നത്. അവനൊരു മനുഷ്യൻ്റെ നിലയിലാണ് താണിറങ്ങി വന്നത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈവേലകൾക്ക് അവൻ മനുഷ്യനെ അധിപതിയാക്കി വെച്ചു. എന്നാൽ മനുഷ്യന് അത് നഷ്ടമായിപ്പോയി. ഇന്ന് മനുഷ്യനല്ല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ശാസ്ത്രത്തിന് കാര്യങ്ങളെ നിയന്ത്രിക്കാം എന്ന് കരുതിയിരുന്നു. എന്നാൽ ശാസ്ത്രം ഈ ഭൂമിയെ ദുഷിപ്പിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഈ ഭൂമിയെ ഇത്രമാത്രം ദുഷിപ്പിച്ചതിന് ഉത്തരവാദിത്വം ശാസ്ത്രത്തിനാണുള്ളത്. താങ്കൾ ശാസ്ത്രത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ ദൂഷിത വലയത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ താങ്കളെ സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തെ താങ്കൾക്ക് ആവശ്യമായിരിക്കുന്നു. താങ്കൾ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സകലവും മനുഷ്യൻ്റെ കാൽ കീഴെ അവൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്നില്ല. അതെ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ അത് നിവൃത്തിയാവുകയുമില്ല എന്നോർക്കണം. 7-8 വാക്യങ്ങളിൽ ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ചു. അവൻ സൃഷ്ടാവാണ്. വയലിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും കടലിലെ മത്സ്യങ്ങളെയും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. അവൻ സൃഷ്ടാവായ ദൈവമാണ്. അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി
അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. വെറുതെ ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരവിരുത് കാണുവാൻ കഴിയും. 9-ാം വാക്യത്തിൽ, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഭൂമിയിലൊക്കെയും അത്ര ശ്രേഷ്ഠമല്ലത്. എന്നാൽ ഒരിക്കൽ അവൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കും. ഇന്ന് സർവ്വസൃഷ്ടിയും ഒരുപോലെ വീണ്ടെടുപ്പിനു വേണ്ടി ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം എല്ലാ സൃഷ്ടിക്കും മീതെ ഉന്നതനാണ്. അവൻ തൻ്റെ മഹത്വം ആകാശത്തിന് മീതെ വെച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ ജനിച്ച ആ ശിശു, അവൻ അവിടെ ജന്മമെടുക്കുവാൻ 1900 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നവനാകുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവനിരിക്കുന്നു. വിശ്വാസത്താൽ മാത്രമേ നമുക്കവനെ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് 2 കൊരിന്ത്യർ 3:18 നാം വായിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഓർക്കണം, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഒരു ദൈവപൈതലിന് എത്ര മഹത്വകരമായ ഭാവിയാകുന്നു ഉള്ളത് എന്നോർക്കണം. ഇത് ഒരു മശീഹ സങ്കീർത്തനമാകുന്നു എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ ആ ആത്യന്തികമായ വിജയത്തെയുമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. നമ്മുടെ രക്ഷകൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന കീർത്തനമാണ് ഈ 8-ാം സങ്കീർത്തനം. അതിമനോഹരമായിട്ടുള്ള ഒരു സങ്കീർത്തനം. എന്നെ ശ്രദ്ധിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, നാം ഓരോ സങ്കീർത്തനവും വായിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ആ സങ്കീർത്തനത്തിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, നമുക്ക് ആശ്വാസത്തിനും നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിനും ഉതകുന്ന പല കാര്യങ്ങളും അതിൽ കണ്ടെന്നു വന്നേക്കാം. എന്നാൽ സങ്കീർത്തനങ്ങളൊക്കെ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരിലൂടെ പ്രവർത്തിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം വളരെയേറെ കാര്യങ്ങൾ സങ്കീർത്തനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പ്രവചനപരമായ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മഹാപീഠനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച്, കർത്താവ് വന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാം അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്തെന്നാൽ, അയ്യോ, ഞങ്ങൾ ചിന്തിച്ചത് ദാവീദിൻ്റെ സമയത്ത് അവനുണ്ടായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ അവനുണ്ടായതായ സന്തോഷത്തിൻ്റെ മധ്യത്തിൽ പാടിയ പാട്ട് മാത്രമാകുന്നു സങ്കീർത്തനങ്ങൾ എന്നത്രേ. എന്ന് ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ഭാഗത്തിനും ഓരോ പുസ്തകത്തിനും കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വചനത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് നാം ഓർക്കണം. ഓരോ സങ്കീർത്തനവും പഠിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം പഠിച്ചതായിട്ടുള്ള 8-ാം സങ്കീർത്തനം തന്നെ എത്ര മനോഹരമായൊരു മശീഹ സങ്കീർത്തനമാകുന്നില്ലേ? യഥാർത്ഥ ആരാധനയിലൂടെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ജീവിതം അർത്ഥവത്താകൂ, ജീവിതം ഫലമുള്ളതായിത്തീരും. ഇന്ന് ഈ പഠനം ശ്രദ്ധിച്ചത് മൂലം അങ്ങനെ ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നാമധേയമായ ഒരുപാട് ആരാധനയിൽ സമയം കളഞ്ഞിട്ടുള്ള വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, യഥാർത്ഥ ആരാധന ദൈവവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അങ്ങനെ ജീവിതം ധന്യമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.